ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിലേക്കായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ വിളഞ്ഞത് 100 മേനി. കാർഷിക വിജയത്തിന്റെ വിളവെടുപ്പും ആഘോഷ കമ്മിറ്റി ഉത്സവ സമാനമാക്കി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തറവാടിന് സമീപത്തെ ഒരേക്കർ വയൽ സൗകര്യം പ്രയോജനപ്പെടുത്തി 3.5 മാസം മുമ്പാണ് പള്ളിക്കര കൃഷിഭവന്റെ സഹായത്തോടെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തികച്ചും ജൈവരീതിയിലുള്ള പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പ്രധാന കൃഷിയായ വെള്ളരിയിലും മത്തനിലും കുമ്പളത്തിലും വിചാരിച്ചതിലും വളരെ വലിയ വിളവാണ് ഇവർക്ക് ലഭിച്ചത്. മാത്രമല്ല വെണ്ടയിലും പച്ചമുളകിലും മികച്ച വിളവ് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലും ആഘോഷ കമ്മിറ്റി കൃഷിയുടെ വിളവെടുപ്പും ഉത്സവ സമാനമാക്കി. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ജനസഹസ്രങ്ങൾക്ക് അന്നം മുട്ടാനുള്ള വിഷരഹിത പച്ചക്കറിയുടെ വിളവെടുപ്പ് മഹോത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത്രത്തോളം ജനസഞ്ചയങ്ങൾ ഇവിടെ രാവിലെ തന്നെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്രകൃതിയും കനിഞ്ഞു എന്ന് തന്നെ പറയാം. ഞാനൊരു കൃഷിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും നല്ല വെള്ളരിക്കയെല്ലാം കാണുമ്പോൾ ഇതൊരു പ്രകൃതിയുടെ ഒരു വരദാനമായിട്ടാണ് ഇത്രയും നല്ല പച്ചക്കറി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വയനാട്ടുകുലവൻ തെയ്യംകെട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കൃഷിയും നായാട്ടും ഇഴചേർന്ന ഉർവരമായ ഒരു കാർഷിക സംസ്കൃതിയുടെ പുരാവൃത്താണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ളത്. നമുക്കറിയാം ഇന്നിപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വിഷുള്ള പച്ചക്കറികളാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വനിതാ കൂട്ടായ്മ, ആ കൂട്ടായ്മക്കും അതോടൊപ്പം ഇവിടെ ഇതിനു വേണ്ടി സഹായിച്ച മറ്റുള്ള പ്രിയപ്പെട്ട കർഷകർക്കും അവരെ എത്ര വാനോളം അഭിനന്ദിച്ചാലും മതിയായില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ പി അബ്ബാസ്, പള്ളിക്കര കൃഷി ഓഫീസർ PV ജലേശൻ, കൃഷി അസിസ്റ്റന്റുമാരായ C സാബു, K ഭാസ്കരൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സുകുമാരൻ ചേറ്റുകുണ്ട്, കോർഡിനേറ്റർമാരായ P രാജൻ, പ്രേംകുമാർ മീത്തൽ, പാലക്കുന്ന് ഭൗതികക്ഷേത്ര കഴകം ഭരണസമിതി വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ, സെക്രട്ടറി TK പ്രദീപ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് P സുനിത, P നാരായണൻ, രാജു ഇട്ടമ്മൽ, ശശി കുളവയൽ എന്നിവർ സംസാരിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ കൃഷിയും ജനകീയമായി നടന്ന അതിൻ്റെ വിളവെടുപ്പും നല്ലൊരു മാതൃകയാണെന്നും നാട്ടുകൂട്ടായ്മയുടെ കരുത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലമായാണ് ഇത് സാധ്യമായതെന്നും സ്റ്റാഗേർഡ് ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തി അർഹമായ സാമ്പത്തിക സഹായം ഇവർക്ക് ലഭ്യമാക്കുമെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. വിളവെടുത്ത ശതതൂക്കക്കണക്കിൽ വരുന്ന പച്ചക്കറികളെല്ലാം തെല്ലും വൈകാതെ തന്നെ തറവാട് മുറ്റത്തെത്തിച്ച് സംഭരിച്ചു വെച്ചു. ഇവയിൽ നിന്നും കന്നിക്കലവറ നിരക്കാനുള്ളത് പ്രത്യേകം മാറ്റിവെച്ച് ബാക്കി വരുന്നവ തെയ്യംകെട്ട് ദിവസങ്ങളിലെത്തുന്ന 10,000-ങ്ങൾക്ക് അന്നദാനമൊരുക്കാൻ എടുക്കും. അർപ്പണ മനോഭാവത്തോടുകൂടി തങ്ങൾ നടത്തിയ അധ്വാനം കണ്ടറിഞ്ഞ് കുലപൂർവികൻ നൽകിയ കടാക്ഷമാണ് ഈ 100 മേനി വിളവെന്നാണ് മാതൃസമിതി കരുതുന്നതും വിശ്വസിക്കുന്നതും. നവീൻ കുമാർ കീക്കാൻ, വിനോദ് ചിത്താരിക്കടപ്പുറം എന്നിവർക്കായിരുന്നു കൃഷിയുടെ മേൽനോട്ട ചുമതല. വരുന്ന ഏപ്രിൽ 7 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലാണ് ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.